കാസർഗോഡ് കുമ്പടാജി ആജിലയിലെ പുഷ്പാവതിയുടെ കൊലപാതകം പ്രതി പരമേശ്വരയെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് മൊഴി. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതായും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മവ്വാറിൽ ആജില വീട്ടിൽ പുഷ്പാവതി വി ഷെട്ടിയുടെ കൊലപാതകം നടുക്കം മാറാതെ നാട്. സമീപകാലത്തൊന്നും ചെറിയ കുറ്റകൃത്യം പോലും നടന്നിട്ടില്ലാത്ത നാട്ടിൽ നടന്ന അരും കൊല ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. ഏറെ നാളായി വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട പുഷ്പലത. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തു ഞെരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപാതകമെന്ന് വ്യക്തമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പരമേശ്വർ എന്ന രമേശ് നായക്കാണ് അറസ്റ്റിലായത്. മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ പുഷ്പലത സംസാരിച്ചതിലുള്ള വൈരാഗ്യത്താലുള്ള കൊലപാതകം എന്നാണ് പ്രതിയുടെ മൊഴി. ആദ്യം കുറ്റം നിഷേധിച്ചുവെങ്കിലും തെളിവുകൾക്ക് മുന്നിൽ പ്രതിക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയത്. മൃതദേഹത്തിൽ നിന്നും 3 പവൻ തൂക്കമുള്ള കരിമണി സ്വർണമാലയും ഇയാൾ മോഷ്ടിച്ചിരുന്നു. എന്നാൽ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പുഷ്പലതയുടെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും കൂലിവേല ചെയ്യുന്ന ആളാണ് പരമേശ്വര. കൊലപാതക കുറ്റത്തിനു പുറമെ പ്രതിക്കെതിരെ മോഷണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് പുഷ്പലത വി ഷെട്ടിയെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതകമാണെന്ന സംശയമുണ്ടായിരുന്നു. ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതോടെയാണ് പോസ്റ്റ്മോർട്ടം പരിയാരത്തേക്ക് മാറ്റിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ബദിയടുക്ക.